ഗുഡ് മോർണിംഗ് ഗൈസ്. രാവിലെ തന്നെ ഒരു കിഡിലൻ സൺറൈസൊക്കെ കണ്ട് റോഡ് സൈഡിൽ നിന്ന് വലിയേക്കുവാണ്. നമ്മൾ കൊടൈക്കനാൽ പോവുകയാണ്. ഇന്നലെ രാത്രി ഇറങ്ങി കുറച്ച് നേരം വണ്ടി സൈഡ് ചെയ്ത് കിടന്നുറങ്ങി. അതിന് ശേഷം പല്ലൊക്കെ തേച്ച് അവിടുന്ന് വീണ്ടും യാത്രയായി. നല്ല വിശപ്പുള്ളതുകൊണ്ട് ഒരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട്, അപ്പോൾ അവിടെ കയറി ഇഡലിയും ദോശയും മസാല ദോശയും പൂരിയൊക്കെ പറഞ്ഞ് അതൊക്കെ കഴിച്ചു. വയറ് വീർപ്പിച്ച് നമ്മൾ നേരെ അവിടെ നിന്ന് വീണ്ടും ചുരം കയറുകയാണ്. നമ്മൾ 3-4 മാസം മുന്നേ ഇവിടെ വന്നായിരുന്നു. അപ്പോൾ ഒരു ഓക്കെ ക്ലൈമറ്റ് ഭയങ്കര തണുപ്പല്ല, സീസൺ അല്ലായിരുന്നു. ഇപ്പം നമ്മൾ ചുരം കയറാൻ തുടങ്ങിയപ്പോൾ തന്നെ തണുപ്പ് അനുഭവപ്പെടാൻ തുടങ്ങി. ഇപ്പോൾ നമ്മൾ സൂപ്പർ എക്സൈറ്റഡ് ആണ്. മഞ്ഞും തണുപ്പൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് കൊടൈക്കനാൽ എത്താൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. മഞ്ഞ് കൊണ്ടതിൻ്റെ ചെറിയ സൗണ്ട് അടപ്പുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ പിറ്റേന്ന് രാവിലെ നേരം വെളുത്ത ഉടനെ എഴുന്നേറ്റ് എടുക്കുന്ന വോയിസ് ഓവറാണ്. അപ്പോൾ അതിൻ്റേതായ ചെറിയ സൗണ്ട് വേരിയേഷനുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പോയടുത്ത് തന്നെ വീണ്ടും റിപ്പീറ്റ് പോവാൻ. ഞാനൊരു സ്ഥലത്ത് പോയാൽ അവിടെ ആയിട്ട് പെട്ടെന്ന് അറ്റാച്ച്ഡ് ആവും. എനിക്ക് പിന്നെ അവിടെ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണ് നമ്മൾ 4 മാസങ്ങൾക്കിപ്പുറം വീണ്ടും കൊടൈക്കനാലോട്ട് തന്നെ വരാമെന്ന് വിചാരിച്ചത്. കുറേ പ്ലാൻസ് ഉണ്ടായിരുന്നു, അവിടെ പോയി ഇവിടെ പോയി. ലാസ്റ്റ് കറങ്ങി തിരിഞ്ഞ് വേണ്ട കൊടൈക്കനാൽ അവിടുത്തെ ക്ലൈമറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്റ്റേ പറഞ്ഞിരിക്കുന്നിടത്ത് എത്തി. അവിടുത്തെ ഒരു വ്യൂ ആണ് ഇത്. അപ്പോൾ ഒരു വില്ല അല്ല, ഒരു വീടാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഹാള് റൂംസും ഒക്കെ ഉണ്ട്. നമ്മളിവിടെ ഒരു ഫാമിലി ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റൂം വന്നിട്ട് ഇതാണ്. അത്യാവശ്യം നല്ല സ്പേസൊക്കെ ഉണ്ട്, 2 ബെഡൊക്കെ ഉണ്ട്, ടോയ്ലറ്റും സൗകര്യങ്ങളും എല്ലാം അത്യാവശ്യം നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഇപ്പുറത്തെ റൂം. അടുത്ത റൂം വന്നിട്ടും ഇവിടെ 2 ബെഡും അലമാരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് അവിടുത്തെ വ്യൂ ആണ്. നല്ല റൂമാണ്. നമ്മൾ 2 റൂം എടുത്താലും ഫുൾ ടൈം ഒരു റൂമിൽ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് ചില്ല് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ്. പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷനപ്പായിട്ട് നേരെ ഇറങ്ങിയാണ് ഫുഡ് കഴിക്കണം. അടുത്ത ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കാൻ. അപ്പോൾ ഞാൻ നടന്ന് ഒരു 12 മണിയൊക്കെ ആയിരുന്നാലും നമുക്ക് തണുപ്പ് അറിയാൻ പറ്റും. വലിയ തണുപ്പായിട്ടില്ല താനും. പിന്നെ നമ്മളൊരു ഐസ്ക്രീമൊക്കെ കുടിച്ച് തുടങ്ങാമെന്നും പറഞ്ഞ് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കുടിച്ചു. അടുത്തുള്ള ഒരു ഷോപ്പിൽ പോയി ഫുഡൊക്കെ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവരുന്ന കഴിക്കാമെന്ന് വിചാരിക്കുന്നു. അവിടെ നമുക്ക് നല്ലൊരു പേപ്പർ പൊതിയിലൊക്കെ പൊതിഞ്ഞ് തരുന്ന നല്ല രസമുണ്ട്. അവിടെ നിന്ന് 4 പ്ലേറ്റൊക്കെ വാങ്ങിച്ച് റൂമിലിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. നല്ല തണുപ്പത്ത് ഇങ്ങനെ നല്ല ചൂട് ഭക്ഷണം കഴിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഭയങ്കര സന്തോഷവും ആ എരിവും എനിക്കുണ്ട്. ഞാൻ അധികം എരിവ് കൂട്ടാത്ത ഒരാളാണ്. ഇവിടുത്തെ ബിരിയാണിക്ക് വേറൊരു ടേസ്റ്റാണ്. കുഴപ്പമില്ല, അത്യാവശ്യം കൊള്ളാം. അത് കഴിഞ്ഞ് നല്ലൊരു സുഖമായിട്ട് കിടന്നുറങ്ങിയിട്ട് രാത്രി ആയപ്പോഴത്തേക്ക് നമ്മൾ ലേക്കിലോട്ട് പോയി. നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ കൊടൂര തണുപ്പ്. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എൻ്റെ കൈ ഒക്കെ വിറച്ചിട്ട് പാടില്ലായിരുന്നു. അത്യാവശ്യം അവിടെ പുറത്ത് നിൽക്കുക, നമുക്ക് വീഡിയോയിൽ എനിക്ക് അറിയുന്നില്ല. ഇങ്ങനെ ഊതുമ്പോഴത്തേക്ക് നമുക്ക് മഞ്ഞ് മാറുന്നത് കാണാൻ പറ്റും. കിടിലമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റൂമിലെത്തി. നമുക്കവിടെ ക്യാമ്പ് ഫയറൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. നൈറ്റ് വ്യൂ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലം. ആ ചേട്ടൻ നമുക്ക് കിട്ടുന്ന ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്ത് കിട്ടിയ അവസരം മുതലാക്കി ചൂടിൻ്റെ അടുത്ത് കിടന്ന് നല്ലപോലെ ആർമാദിച്ച്. കാര്യം ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നത് അത്രയും തണുപ്പാണ് പുറത്ത്. അപ്പോൾ കനാലിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ നല്ല സന്തോഷമുണ്ടായിരുന്നു. അവിടെ കിടന്ന് തുള്ളിച്ചാടി ആർമാദിച്ച് നല്ല വിശന്നപ്പോൾ നമ്മൾ അവിടെ തന്നെയാണ് ഫുഡ് പറഞ്ഞിരുന്നത്. കിടിലം പൊറോട്ടയും കിടിലം ചിക്കൻ കറിയായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. വിശപ്പുണ്ടായിരുന്നു എന്ന് വെച്ചാൽ വിശപ്പ് അങ്ങനെയില്ല. പക്ഷേ എങ്കിൽ നമ്മളെല്ലാവരും നല്ലപോലെ രീതിക്ക് ഫുഡ് ആസ്വദിച്ച് കഴിച്ചു. ആർമാദിച്ച ഒരു ദിവസമാണ്. അപ്പോൾ ആദ്യത്തെ ദിവസം ഇവിടെ കഴിഞ്ഞു ഗൈസ്. ടാറ്റാ, ബൈ ബൈ.